അപ്പോൾ ഈ ദശരഥൻ്റെ ശരിക്ക് പേര് ദശരഥൻ എന്നായിരുന്നില്ല, നേമി എന്നായിരുന്നു ദശരഥൻ്റെ നാമം. നേമിയെ പിന്നെ എന്താ ദശരഥൻ എന്ന് വിളിക്കാൻ കാരണം? ഒരിക്കൽ ദേവേന്ദ്രനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം പോയി. ശംബരൻ എന്ന അസുരനുമായിട്ട് ദേവേന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 8 ദിക്കുകളിലും ആകാശത്തും ഭൂമിയിലും അങ്ങനെ എല്ലാ ദിശകൾ, 8 എന്ന് പറഞ്ഞാൽ 8, പിന്നെ ആകാശവും ഭൂമിയും, അങ്ങനെ 8 + 2 എത്രയായി? 10 അല്ലേ? അപ്പോൾ ദശ എന്ന് വെച്ചാൽ 10. അപ്പോൾ ദിശകളിലും ഒരേ സമയത്ത് തൻ്റെ രഥം നയിച്ച് അസുരനെ നിഗ്രഹിച്ചത് മൂലമാണ് ഈ നേമിക്ക് ബഹുമാനപൂർവം ദേവേന്ദ്രൻ നൽകിയ പേരാണ് ദശരഥൻ.